നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കിയാനോ റിവ്സിന്റെ കൂട്ടുകാരൻ റിവർ ഫിനിക്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡാർക്ക് നൈറ്റ് സിനിമയിൽ ജോക്കറായിട്ട് അഭിനയിച്ച ഹീത്ത് ലെഡ്ജറിന്റെയും സ്പൈഡർമാൻ സിനിമയിൽ മിസ്റ്റീരിയോ അഭിനയിച്ച ജേക്ക് ഗില്ലിൻഹാളിന്റെയും ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. രണ്ടുപേരും രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് ജനിച്ചത്. ഒരാൾ അമേരിക്കയിലും ഒരാൾ ഓസ്ട്രേലിയയിലുമാണ് ജനിച്ചത്. പിന്നെ എങ്ങനെയാണ് അവർ ഒരുമിച്ചെത്തിയത്, അതെല്ലാമാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. 1979 ഏപ്രിൽ 4-ന് ഓസ്ട്രേലിയയിലാണ് ഹീത്ത് ലെഡ്ജർ ജനിക്കുന്നത്. എന്നാൽ 1980 ഡിസംബർ 19-ന് അമേരിക്കയിലാണ് ജേക്ക് ഗില്ലിൻഹാൾ ജനിക്കുന്നത്. ഹീത്ത് ലെഡ്ജറിന്റെ അച്ഛൻ ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അതിനുശേഷം അങ്ങേര് പല ജോലികളെല്ലാം ചെയ്ത് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അങ്ങേര് ആദ്യം ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അമ്മ ഒരു ഫ്രഞ്ച് ടീച്ചറായിരുന്നു. പിന്നെ 3 സഹോദരിമാരാണ് ഹീത്തിനുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്തയാളാണ് കെയ്ൽ ലെഡ്ജർ. അവർ ചെറുപ്പം മുതലേ സ്റ്റേജ് ഡ്രാമകളിലും സ്കൂൾ പ്ലേകളിലും എല്ലാം അഭിനയിച്ചു തുടങ്ങി. അവർക്ക് ചെറുപ്പം മുതലേ അഭിനയത്തിൽ വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ചേച്ചിയുടെ അഭിനയം കണ്ടാണ് ഹെയ്ത്തിനും അഭിനയത്തിനോട് ഒരു താല്പര്യം വരുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അഭിനയത്തിലല്ലാതെ ഏറ്റവും കൂടുതൽ ഹെയ്ത്ത് കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത് ക്രിക്കറ്റിലും ഹോക്കിയിലും ചെസ്സിലും ഒക്കെ ആയിരുന്നു. എന്നാൽ 10-ാം വയസ്സിൽ സ്കൂളിൽ വെച്ചുണ്ടായിരുന്ന ഒരു നാടകത്തിൽ ഹെയ്ത്ത് അഭിനയിച്ചു. അന്നു മുതലാണ് ഹെയ്ത്തിന് അഭിനയത്തിനോടൊരു താല്പര്യം വരുന്നത്. അതിനുശേഷം സ്കൂൾ ഡ്രാമകളിലും സ്കൂൾ പ്ലേകളിലും എല്ലാം അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ 16-ാം വയസ്സിൽ സിനിമയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാൻ അദ്ദേഹം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് യാത്രയായി. നമ്മുടെ ചെന്നൈയിലേക്ക് ആളുകൾ പണ്ട് അഭിനയിക്കാനെല്ലാം പോകാറുണ്ടായിരുന്നല്ലോ, അതുപോലെയായിരുന്നു ഓസ്ട്രേലിയയിൽ സിഡ്നി. എന്നാൽ ഹെയ്ത്തിന്റെ കുടുംബം എല്ലാവരും കൂടെ അങ്ങോട്ട് പോയതല്ലായിരുന്നു. അവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെയായിരുന്നു ഹെയ്ത്ത് താമസിച്ചിരുന്നത്. അവർ രണ്ടുപേരും റൂം ഷെയർ ചെയ്ത് വാടകയെല്ലാം കൊടുത്താണ് അവിടെ പിടിച്ചിരുന്നത്. പിന്നെ അറിയാലോ, തുടക്കം മുതലേ സിനിമയൊന്നും കിട്ടില്ല. ചെറിയ TV പരസ്യങ്ങളിലും TV സീരീസുകളിലും എല്ലാം അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ കിട്ടുന്ന കാശായിരുന്നു റൂമിന്റെ വാടകയ്ക്കും യാത്രയുടെ ചെലവിനും ഒക്കെ ആയിട്ട് എടുത്തിരുന്നത്. അങ്ങനെ 1998 ഹെയ്ത്തിന്റെ TV ഷോകളിൽ അഭിനയം കണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നിന്നും ഹെയ്ത്തിന് ഒരു കോൾ വരികയാണ്. അങ്ങനെ ആ വർഷം തന്നെ അദ്ദേഹം പറന്ന് അമേരിക്കയിലെത്തി. അതിനുശേഷം അവിടെ വെച്ചും ചെറിയ TV ഷോകളിലെല്ലാം അഭിനയിച്ചു. പിന്നെ 1999 അദ്ദേഹം ആദ്യം നായകനായിട്ട് അഭിനയിക്കുന്നത്. 2 ഹാൻഡ്സ് എന്ന സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ അഭിനയത്തോടു കൂടെ അമേരിക്കയിലെ യങ് ആക്ടേഴ്സിന്റെ ലിസ്റ്റിലേക്ക് ഹെയ്ത്തും കൂടെ ഉൾക്കൊള്ളുകയായിരുന്നു. എന്നാൽ ഈ സമയം ജേക്ക് ഗില്ലിൻഹാളിന്റെ കുടുംബ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സിനിമാ കുടുംബത്തിൽ തന്നെയായിരുന്നു ജനിച്ചിരുന്നത്. ജേക്കിന്റെ അച്ഛൻ സ്റ്റീഫൻ ഗില്ലിൻഹാൾ ഒരു തിരക്കഥാകൃത്തും ഡയറക്ടറും, അമ്മയാണെങ്കിൽ പ്രൊഡ്യൂസറും ചേച്ചിയാണെങ്കിൽ ഒരു ആക്ട്രസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ സിനിമാ സെറ്റുകളും അഭിനയങ്ങളും ക്യാമറയും എല്ലാം കണ്ടു വളർന്നയാളായിരുന്നു ജേക്ക് ഗില്ലിൻഹാൾ. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പല സിനിമകളിലും ചെറിയ വേഷങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. എന്നാൽ അദ്ദേഹം അഭിനയത്തിലേക്ക് കൂടുതലായി തുനിഞ്ഞിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ പഠനം നിർത്തിവെച്ചതോടെയായിരുന്നു. അങ്ങനെ 1999 ഒക്ടോബർ സ്കൈ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. ഹോമർ ഹിക്കം എന്ന നാസയിലെ ഒരു സയന്റിസ്റ്റിന്റെ ചെറുപ്പകാലമായിരുന്നു അങ്ങേര് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അതിന് കൂടുതൽ ജനശ്രദ്ധ കിട്ടി. ആ ഒരു അഭിനയത്തോടു കൂടെ അങ്ങേര് അമേരിക്കയിലെ യുവതാരങ്ങളിൽ ഒരാളായി മാറി. എന്നാൽ 2005 ജേക്ക് ഗില്ലിൻഹാളും ഹെയ്ത്ത് ലെഡ്ജറും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സിനിമയിൽ ശരിക്കും അഭിനയിക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന ആക്ടേഴ്സ് മറ്റ് 2 ആളുകളായിരുന്നു. എന്നാൽ വിവിധ പ്രശ്നങ്ങളുടെ കാരണത്താൽ അവർ രണ്ടുപേരെയും മാറ്റിയിട്ടാണ് നമ്മുടെ ആളുകൾ ഈ സിനിമയിലെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അവർ അഭിനയിച്ച സിനിമയുടെ പേരാണ് ബ്രോക്ക് ബാക്ക് മൗണ്ടൻ. ഈ സിനിമയുടെ കഥ എന്താന്ന് വെച്ചാൽ, 2 കൗബോയ്സ്, അവർ രണ്ടുപേരും 2 നാട്ടിലാണ് താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എന്നാൽ 2 പേർക്കും ഒരേ സമയം ഒരു മലയിലേക്ക് ഒരു ജോലി ആവശ്യത്തിനായിട്ട് പോകേണ്ടി വരികയാണ്. അങ്ങനെ ആ മലയിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നതും പിന്നെ അതൊരു സൗഹൃദത്തിലേക്ക് മാറുന്നതും പിന്നെ അത് ചെറുതായിട്ടൊരു പ്രണയത്തിലേക്ക് മാറുന്നതും എല്ലാമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമയിൽ ഇതുപോലൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിലും ജനങ്ങൾക്കാർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാതിരുന്നില്ല. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ബ്രോക്ക് ബാക്ക് മൗണ്ടൻ. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം ജേക്ക് ഗില്ലിൻഹാളും ഹെയ്ത്ത് ലെഡ്ജറും യഥാർത്ഥത്തിൽ സൗഹൃദത്തിലാവുകയാണ്. ആ സിനിമയിലെ പോലെ തന്നെ 2 പേരും പ്രണയത്തിലായെന്ന് വിചാരിക്കരുത്. 2 പേരും നല്ല കൂട്ടുകാരായി മാറി. പിന്നെ ആ സിനിമയ്ക്ക് ശേഷം ഹെയ്ത്ത് ലെഡ്ജറിന്റെ കരിയർ വെച്ചടി അങ്ങനെ ഉയർന്നുപോയി. എന്നാൽ ജേക്ക് ഗില്ലിൻഹാളിന് ആ സിനിമയ്ക്ക് ശേഷം ഹെയ്ത്ത് ലെഡ്ജർ തന്നെ പിരിഞ്ഞു പോയത് തന്റെ കുടുംബത്തിലെ ഒരാൾ വിട്ടുപോയതുപോലെ ആയിരുന്നു. കാരണം അദ്ദേഹം അത്രയും ആ ഒരു കൂട്ടുകെട്ട് ആസ്വദിച്ചിരുന്നു. ഇതേ സമയം ഹെയ്ത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ ഏത് സമയത്തും കണ്ടു കിട്ടാറുമില്ല. പക്ഷേ ഹെയ്ത്തും ജാക്കും പരസ്പരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ സൗഹൃദം പങ്കുവെക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ സത്യം പറയുകയാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നത് മാത്രമല്ലല്ലോ സൗഹൃദം, ക്യാമറയ്ക്ക് പിന്നിലും അതുപോലുള്ള കൂട്ടുകെട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ യഥാർത്ഥത്തിലുള്ള സൗഹൃദം. എന്തായാലും അതെല്ലാം പോട്ടെ, നമുക്ക് ഹെയ്ത്ത് ലെഡ്ജറിലേക്ക് വരാം. 2008 ഹെയ്ത്ത് ലെഡ്ജറിന്റെ ജീവിതം മാറ്റിമറിയുന്ന ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വരുന്നത്. ക്രിസ്റ്റഫർ നോളൻ ഡയറക്ട് ചെയ്യുന്ന ഡാർക്ക് നൈറ്റ് എന്ന ബാറ്റ്മാൻ സിനിമയിൽ ജോക്കർ എന്ന വില്ലനായിട്ട് അഭിനയിക്കാനാണ് ഹെയ്ത്തിന് കോൾ വരുന്നത്. എന്നാൽ ബാറ്റ്മാൻ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ ചാൻസ് ഒരിക്കലും ഹെയ്ത്ത് തട്ടിത്തെറിപ്പിച്ചില്ല. ഇടം വലം നോക്കാതെ ആ സിനിമയിൽ അഭിനയിക്കാനായി തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു തീരുമാനം തന്നെയാണ് ഹെയ്ത്തിന്റെ പേര് ജനമനസ്സുകളിൽ ഇപ്പോഴും കുടിയിരുത്താനായി ഹെയ്ത്തിനെ സഹായിച്ചത്. ഇതൊരു ക്രിസ്റ്റഫർ നോളൻ സിനിമ ആയതുകൊണ്ട് തന്നെ വില്ലൻ ഒരു വില്ലാളി വില്ലൻ ആയിരിക്കണമെന്ന് ക്രിസ്റ്റഫർ നോളന് വളരെ നിർബന്ധമായിരുന്നു.
ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹെയ്ത്തിന്റെ സ്വഭാവം സൈക്കോ വില്ലനായിട്ടുള്ള ജോക്കറിനെ പോലെ ആക്കി മാറ്റാനായി അദ്ദേഹത്തെ 6 ആഴ്ചയോളം ഒരു ഹോട്ടൽ റൂമിൽ അടച്ചിട്ടു. ഇങ്ങനെ ആയിരിക്കാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകളും കേട്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരിക്കലും ക്രിസ്റ്റഫർ നോളന്റെ മാത്രം തീരുമാനമല്ലായിരുന്നു. ഒരു സിനിമയിൽ അഭിനയിക്കാനായി ഹെയ്ത്ത് ലെഡ്ജർ തീരുമാനിച്ചാൽ പിന്നെ ആ സിനിമയിലെ തന്റെ ക്യാരക്ടറെ കുറിച്ച് ഡയറക്ടറോട് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതായത് ആ ക്യാരക്ടർ എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് ഇരിക്കുക, എന്തൊക്കെ ഹോബീസ് ആണുള്ളത്, എന്തൊക്കെ ദുശീലങ്ങൾ ആ ക്യാരക്ടറിനുണ്ട്, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ ആക്ടർ എന്ന ഹെയ്ത്ത് ലെഡ്ജറിൽ നിന്ന് ആ ക്യാരക്ടറിലേക്ക് മാറാനായി ഒരു വമ്പൻ ഒരുക്കമാണ് അദ്ദേഹം ചെയ്യുക. അതുപോലെയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഡാർക്ക് നൈറ്റ് സിനിമയിലെ ഹെയ്ത്ത് ലെഡ്ജർ അഭിനയിക്കാൻ വന്നപ്പോൾ ജോക്കറെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെയായി മാറാനായി ഒരു വമ്പൻ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ സ്വയമേ കൂടെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഒരു റൂമിൽ 6 ആഴ്ചയോളം അടഞ്ഞുകൂടിയിരിക്കുക എന്നിട്ട് ജോക്കറെ പോലെയായി മാറുക എന്നുള്ളത്. ഈ 6 ആഴ്ച കാലത്തോളം അദ്ദേഹം ജോക്കറെ പോലെ തന്നെ ഡയറികൾ എഴുതാൻ തുടങ്ങി. അദ്ദേഹത്തെ പോലെ തന്നെ ക്രീപ്പി നോട്ടുകളെല്ലാം എഴുതാൻ തുടങ്ങി. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തു വന്ന ഹെയ്ത്ത് അക്ഷരാർത്ഥത്തിൽ ജോക്കറായി മാറിയിരുന്നു. ജോക്കറിന്റെ ചിരിയും ജോക്കറിന്റെ മേക്കപ്പും എല്ലാം ഹെയ്ത്ത് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചു. അദ്ദേഹം ജോക്കറെ പോലെ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നില്ല, ജീവിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പല സീനുകളിൽ കട്ട് പറഞ്ഞാലും അദ്ദേഹത്തിന് ഹെയ്ത്തായി മാറാൻ പറ്റുന്നില്ല. ജോക്കർ എന്ന ആ വേഷത്തിൽ തന്നെ അങ്ങേര് പെട്ടുപോയി. പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടാണ്. ആ സിനിമ ശേഷവും ജോക്കർ എന്ന ക്യാരക്ടറിൽ നിന്ന് ഹെയ്ത്തിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ആ ഒരു കാരണത്താലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മരണത്തിലേക്ക് എത്തിയതെന്നെല്ലാം. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ ഒരാൾക്ക് ക്യാരക്ടറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് മരണത്തിലേക്ക് എത്തുക? അതിനും മറ്റൊരു കാരണം വേണമല്ലോ. കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ശേഷം ജോക്കർ എന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും ഇറങ്ങിപ്പോകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉറക്കം പോയി. എന്നാൽ ഉറക്ക് വരാനായി അദ്ദേഹം ഉറക്കു ഗുളിക നിരന്തരം കഴിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊന്നും തലയിൽ നിന്ന് ഇറങ്ങിപ്പോയതേയില്ല. മാത്രമല്ല സിനിമയിൽ സംഭവിച്ച ആക്സിഡന്റിൽ നിന്നെല്ലാം അദ്ദേഹം ഏറ്റുവാങ്ങിയ വേദനകൾ അതും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയില്ല. അതുകൊണ്ട് തന്നെ പെയിൻ കില്ലേഴ്സ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ മരുന്നും ഗുളികയും നിരന്തരം കുടിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം കോമ്പിനേഷൻ മാറാൻ തുടങ്ങി. അതിന്റെ എല്ലാം കോമ്പിനേഷനുകൾ തെറ്റായ രീതിയിലേക്ക് എത്തി. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ 2008 ജനുവരി 22 ഹെയ്ത്തിന്റെ ഹൗസ് കീപ്പർ അദ്ദേഹത്തിന് തെറാപ്പി എടുക്കാനായി വീട്ടിലേക്ക് എത്തി. എന്നാൽ കട്ടിലേക്ക് കിടക്കുന്ന ഹെയ്ത്തിന് അനക്കൊന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു പന്തികേട് തോന്നി അദ്ദേഹം പെട്ടെന്ന് തന്നെ എമർജൻസിയിലേക്ക് വിളിച്ചു. അങ്ങനെ എമർജൻസി ആളുകൾ വന്ന് CPR എല്ലാം ഹെയ്ത്തിന് കൊടുത്തെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായി പറ്റിയില്ല. അങ്ങനെ 2008 ജനുവരി 22 3:36 ഹെയ്ത്ത് ലെഡ്ജർ മരിച്ചു. ഈ സമയം ജേക്ക് ഗില്ലൻഹാൾ അദ്ദേഹം അഭിനയിക്കുന്ന ബ്രദേഴ്സ് എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടെ അദ്ദേഹം മാനസികമായി തളർന്നുപോയി. പെട്ടെന്ന് തന്നെ അഭിനയെല്ലാം നിർത്തിവെച്ച് ഹെയ്ത്തിനെ കാണാനായി അദ്ദേഹം യാത്രയായി. എന്നാൽ ഹെയ്ത്തിന്റെ മരണം ജാക്കിനെ വിഷാദ ലോകത്തിലേക്കാണ് കൊണ്ടുപോയത്. ഒരു കാലം വരെ ജനങ്ങളോട് എല്ലാവരോടും ഇണങ്ങി പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്ന ജേക്ക് ഗില്ലൻഹാൾ ഇപ്പം വളരെ ഇൻട്രോവേർട്ട് എന്നാണ് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ എല്ലാവരും പറയുന്നത്. കാരണം ഹെയ്ത്ത് ലെഡ്ജറിന്റെ മരണത്തോടുകൂടെ അതുപോലൊരു സൗഹൃദം അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്തായാലും അവരുടെ രണ്ടുപേരുടെയും സ്റ്റോറി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതറിയുന്ന ആളുകൾ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.